ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് ഇങ്ങേർക്ക് ഡോഗി സ്റ്റൈൽ നൃത്തച്ചൂടില്ലാതെ ഒരു തുള്ളി വെള്ളം തൊണ്ടേന്ന് ഇറങ്ങൂല. അതും ചെറുമക്കളെ പ്രായമുള്ളവർ തന്നെ വേണം, അത് നിർബന്ധ. ഈ അണ്ണന് വയസ്സാം കാലത്തെ കടി മാറ്റാനായിട്ട് രണ്ടുപേരെയാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. മാമന്റെ 60 പക്കാണെങ്കിലും ഇതിലും ഗാരുവിനെ 27 വയസ്സുള്ള ചുള്ളനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടാലും പറയും 27 ആണെന്ന്. തല കീഴായിട്ട് കുനിഞ്ഞ് കാലിന്റെ ഇടയിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ 26 പറയുള്ളൂ മാമനെ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ഇതിൽ നമ്മുടെ ബാലയകാരനെ ആദ്യമായിട്ട് കാണിക്കുമ്പോൾ മലന്ന് മോർച്ചറയിൽ കിടക്കണതായിട്ടാണ്. നേരെ നോക്കി എവിടെന്നോ വലിഞ്ഞു കയറി വന്നൊരു എലി ഗാരുവിന്റെ കുരു നോക്കി നൈസായിട്ട് ഇറക്കി കൊടുക്കുന്നു. അപ്പൊ തന്നെ ഗാരുവിന് ജീവൻ തിരിച്ചിട്ടും പിന്നെ കണ്ണു തുറക്കണ ഗാരുവിന് ഒന്നും ഓർമ്മ കാണൂല. അടിമമ്മ ഭാര്യ വന്നിട്ട് പോലും ഒരു ഓർമ്മയില്ല. ഗാരു പറയണത് ഈ നിക്കണ ഞാനല്ല ഗാരു, ഞാൻ വേറെ ഏതോ ഗാരുവാണ്. അങ്ങനെ ഞാനെന്ന് തേടി കാമുകിയുടെ അടുത്ത് കാമുകി ബേഷ 2 ആട്ട്. എത്ര ആട്ട് കിട്ടിയിട്ടും ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും കിണിയും കൊണ്ട് പൂക്കിയും കളിച്ച് ഈ കാണുന്ന 2K പെണ്ണിനെ വളയ്ക്കാനായിട്ട് ഓടിച്ചെല്ലും. നീ 60s മുണയൻ നേരവും കിട്ടും കഴിവാതെ ആട്ട്. ആ ആട്ടിന്റെ ഏറ്റവും കൂടിപ്പോയോണ്ട് അവിടെ കിടക്കുന്ന ഒരു കാറിന് ഒരു ഇടിയും കിടിക്കുന്നു. ആ കാറിന് ഇറങ്ങി അടിച്ച് അപ്പുറത്തെ വിളയെ പോയി പാർക്കാവുന്നു. ഇതെല്ലാം കാറുവിന് സർവ്വസാധാരണമാണ് വിഷയം. അപ്പോഴാണ് ഇയാളെ തന്തയും തള്ളയും പോണത് കാണുന്നത്. അവിടെയും ചെന്ന് പട്ടിത്താറ്റ് മേടിച്ച് തിരിച്ചു പോകും ഈ പാവം കുരുവൻ. അവസാനം തോൽവി സമ്മതിച്ച് ഇവിടുത്തെ ഡാഡിയും മമ്മേന്റെയും കൂടെ പോകാനായിട്ട് പോകുമ്പോൾ 2 ആട്ടൂടെ മേടിക്കാൻ വേണ്ടി ഇവിടെ വീണ്ടും വരും. അപ്പോഴാണ് അണ്ണൻ ആ സത്യം പറയുന്നത്, ഇവരാണ് യഥാർത്ഥ തന്ത, അവരല്ലേ യഥാർത്ഥ തന്ത, ഇവർ പിന്നെ അവിടെ നടക്കുന്നത് ലോജിക്ക് ചുരുട്ടി മടക്കി ചവറ്റിക്കുട്ടയിൽ ഇട്ടിട്ടുള്ള മതന കേളിയാണെന്ന്. അപ്പോഴാണ് മാമൻ മനസ്സിലാക്കുന്നത് ആശാൻ ഒരു CBI ഓഫീസറാണെന്ന്. ഇയാളെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയ്ഡ് നടത്താൻ പോകുന്ന സ്ഥലത്ത് ഒരു 2 പേരും കൂടെ എക്സ്ട്രാ വെച്ചിരിക്കും. എന്തിന്? പുകഴ്ത്തി പറയാൻ വേണ്ടി. ഇയാൾ എല്ലാ പടത്തിലും കാണും 2 പേര് പുകഴ്ത്തി പറയാൻ വേണ്ടി. ഇനി ഒരു 10 പേരെങ്കിലും കാല് തൂക്കി വലിച്ചെറിയണം, പിന്നെ ആരെങ്കിലും ഒക്കെ കൊല്ലണം. ഇതാണ് ഇങ്ങനെ പ്രത്യേകത. അങ്ങനെ ഇരിക്കെ CM സാറിന്റെ മരണം ചെല്ലൻ സാർ ഹാക്ക് ചെയ്ത് കൊലപ്പെടുത്തിയതാണ് ഇങ്ങനെ തെളിയിക്കുന്നത്. ആ കാരണത്താലാണ് ഗാരുവിനെ യവന്മാര് ബാക്കിലടിച്ച് അണയ്ക്കാനായിട്ട് നോക്കുന്നത്. പക്ഷെ അണ്ണനെ കൊല്ലാൻ പറ്റൂല. ഒന്ന് കഴിഞ്ഞാല് CBI ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തെളിവെല്ലാം ലോകത്തുള്ള എല്ലാ CBI ഹെഡ്ക്വാർട്ടേഴ്സിലും ചെല്ലുന്ന രീതിയിലാണ് ആശാൻ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചെല്ലത്തിന്റെ അടുത്ത് ചെല്ലമായിട്ട് ചെന്ന് സംസാരിക്കും. നീ ഇത് കീഴടങ്ങണം, നീ ഒരു മുന്നേശ്വരനാണ്, നീ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നീ അനുഭവിക്കുമ്പോഴേ നമ്മളണ്ണ ആരാണ് ബോടാ വൈദ്യക്കാരാന്ന് പറയാം. ഇതെല്ലാം കൂടെ കണ്ടു കൂജി പൊട്ടി നമ്മുടെ ബാലയാകാരു സ്വന്തം ജീവൻ ബലിയാടാക്കാൻ പോവുകയാണ്. അത് പ്രകാശ് അണ്ണന് ടീമുകൾ തടയാൻ വേണ്ടി ബാക്ക് ഇവിടെ നിന്ന് നേരെ ചാടി ഹെലികോപ്റ്റർ വന്ന് തൂക്കിയെടുത്ത് 6000 അടിയിൽ നിന്ന് താഴെ ചാടി അവിടെ ട്രെയിനിന്റെ മുമ്പിലേക്ക് ചെന്ന് അങ്ങോട്ട് വീണ് മരിക്കുന്നത് പോലെ കാണിച്ച് അഭിനയിച്ച് മറ്റേ സാധനം എല്ലാവർക്കും അങ്ങ് അയച്ചു കൊടുപ്പിക്കണേ. അവസാനം നമ്മളെ ചെല്ലത്തിനെ ചെല്ലമായിട്ട് ചെല്ലക്കിളിയെ പോലെ അറിഞ്ഞ് എച്ചിലാക്കി കൊന്നു കൊല വിളിക്കുന്നു. എന്നിട്ട് അവസാനം 2 എണ്ണത്തിനെ അണ്ണൻ കല്യാണം കഴിക്കാൻ ചെയ്യുന്നു. കത്തം എപ്പോഴും ഞാൻ പറയണ പോലെ തന്നെ തന്തയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്നോ നിങ്ങേരി അന്ന തള്ളയും തന്തയും പോയ തള്ളയും തന്തയും എല്ലാവരും ഇങ്ങേരി കേട്ടും ചെറുപ്പോണെന്ന്. ഇന്തരടാ ഇതൊക്കെ. ഈ സിനിമ മൊത്തത്തിൽ ഞാൻ അപരാധിച്ചിട്ടുണ്ട്. തൊട്ട് താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും.